ഇൻഗാസ് നേതാവ് സുരേഷ് മാത്തൂർ കുവൈറ്റിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ് മാത്തൂർ, മലയാളികളുടെ മരണസംഖ്യ ഉയരുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. അപ്പോഴും ഇത് സ്ഥിരീകരിക്കാറായിട്ടില്ല, ആരൊക്കെയാണ് എന്നറിയാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ളവർ പലപ്പോഴായി നമ്മളോട് പ്രതികരിച്ചത്. താങ്കൾക്ക് ഈ സമയത്ത് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എങ്ങനെയാണ്? അതായത് രാവിലെ ഇന്ത്യൻ സമയം രാവിലെ ഏകദേശം 7:30 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഇത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ റൂമിൽ നിന്നാണ് തീ തുടങ്ങിയതെന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. അതിനുശേഷം അതിനെടുത്ത് കൂട്ടിയിട്ടിരുന്ന 20ഓളം പാചകവാതക സിലിണ്ടറുകൾക്ക് തീ പിടിക്കുകയും ഒരു വലിയൊരു വൻ സ്ഫോടനമായി മാറുകയാണ് ചെയ്തത്. ഏകദേശം ഇതൊരു മലയാളി ഉടമയായ അവരുടെ കീഴിലുള്ള NBTC കമ്പനിയുടെ 6 നിലയിലുള്ള കെട്ടിടത്തിലാണ് ഈ തൊഴിലാളികൾ 160ഓളം പേർ താമസിച്ചിരുന്നത്. അതിൽ 41ഓളം പേർ മരിച്ചതായിട്ട് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ 49 പേരാണെന്നും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ 30ഓളം പേർ ഹോസ്പിറ്റലിലാണ്. കുവൈറ്റിലെ ഇന്റീരിയർ മിനിസ്ട്രിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയും ശക്തമായിട്ട് ഇതിന് വേണ്ട നടപടികളും നടത്തുന്നുണ്ട്. ദുരന്തമുഖത്തും അതുപോലെ തന്നെ പരിക്കേറ്റ് ചികിത്സ കഴിയുന്നവരെല്ലാം ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കാരണം കൃത്യമായിട്ട് വ്യക്തമല്ല, എങ്കിലും വരും മണിക്കൂറുകളിൽ കാര്യങ്ങളെല്ലാം അടുത്ത അറിയുന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ പലവരും ഈ ജീവൻ രക്ഷാർത്ഥം മുകളിൽ നിന്ന് താഴേക്ക് ചാടി നട്ടലിന് ഗുരുതര പരിക്കുകളും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഒരു വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് 8 വേണ്ടിയിട്ട് സംസാരിക്കുന്നു സുരേഷ് മാത്തൂർ, OICC കുവൈറ്റ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം.